ഈ റോബിൻ ബസ്സുമായിട്ട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത്? ഞാനുമായിട്ട് വഴക്കൊന്നും എന്തൊക്കെയാ പറഞ്ഞായിരുന്നില്ല അങ്ങനെ ഇല്ല, ഞാൻ ഒന്നും ഇല്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാതെ ഞാൻ വരുന്നതിന് മുമ്പുള്ളൊരു സബ്ജക്റ്റാണ്. ഞാൻ വന്നതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. റോബിൻ ബസ്സിന്റെ റണ്ണിങ് ആ ഇഷ്യൂവോ ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞു. ആ പ്രശ്നം തീർന്നു. കോടതി തീർന്നു. തമിഴ്നാട്ടിൽ കയറാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ അവർ ഭയങ്കരമായിട്ട് പിടിക്കുകയാണ്. കാരണം ഇല്ലീഗലാണ്. അതായത് ഈ കോൺട്രാക്ട് കാരേജ്, സ്റ്റേജ് കാര്യം രണ്ടാണ്. സ്റ്റേജ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് വെച്ച് ഓടുന്ന സാധാരണ പ്രൈവറ്റ് ബസ്. മറ്റേത് കല്യാണത്തിനും മറ്റും പോകാനുള്ള കോൺട്രാക്ട് കാരേജ്. ഈ കോൺട്രാക്ട് കാരേജിൽ ബോർഡ് വെച്ച് ഓടാൻ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. ബാംഗ്ലൂരൊക്കെ വണ്ടി പോകുന്നില്ല, വൈകിട്ട് ഇവിടുന്ന് പോകുന്ന ബോർഡിൽ ബസ്സുകളൊക്കെ ഉണ്ട് പ്രൈവറ്റ്. അവർക്ക് ബോർഡ് വയ്ക്കാൻ പാടില്ല. ആ കണക്കനുസരിച്ച് അവർ ഓൺലൈൻ വഴി ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമേ എടുക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്ക് എട്ടുന്ന ഇറങ്ങുന്നതൊക്കെ ഇല്ലീഗലാണ്. പിന്നെ ഇത്രയും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ സൗകര്യത്തെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ആരും ചെയ്യുന്നില്ല. വേണേ പിടിക്കാവുന്നുള്ളൂ. നിയമപരമായി തെറ്റാണ്. കാരണം അതായത് ഷാജൻ ഒരു വണ്ടി പിടിക്കുന്നു, 30 സീറ്റുള്ളൊരു വണ്ടി പിടിക്കുന്നു, 30 കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്കൊരു ടൂർ പോകാം. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് മറുനാടൻ്റെ ഒരു ടൂർ നിങ്ങൾക്ക് പോകാം. ബാംഗ്ലൂരിലേക്കോ കണ്ണൂർ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ നിങ്ങൾക്ക് വഴിയിൽ നിന്ന് ഒരാളെ കയറ്റാനോ ഇറക്കാനോ പറ്റില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ കയറ്റാം. മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ കിളിമാനൂർ നിൽക്കുകയാണ്, അദ്ദേഹത്തെ അവിടെ നിന്ന് കയറ്റാം. കൊട്ടാരക്കര അവിടെ നിന്ന് കയറ്റാം. അല്ലാതെ കാശ് പിരിച്ച് കോട്ടയം ടു ബാംഗ്ലൂർ അങ്ങനെയൊന്നും ചെയ്യുന്ന ഇല്ലീഗലാണ്. അത് പിടിക്കാം. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്നല്ലേ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യത്തിൽ ഗണേഷ് കുമാർ കൈവച്ചാൽ എന്നോട് ദേഷ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യാത്തത്. ഇല്ലീഗലാണ് അതിനകത്ത്. അതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരൊരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോയി. ഇവരൊരു ബോർഡ് അങ്ങ് വെച്ചു. ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നൊക്കെ ഒരു ബോർഡ് വെച്ച്. അത് വെക്കാനേ പാടില്ല. അതിനകത്ത് ആൻ്റണി രാജുവും പിന്നെ ബിജു പ്രഭാകരനും ഒക്കെ എടുത്ത നിലപാട് നിയമപരമായി യാതൊരു തെറ്റുമുള്ളതല്ല. അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും ഒരു നിയമലംഘനം. അവർ പറഞ്ഞതൊന്നും തെറ്റല്ല. അതവർ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വന്നതിന് ശേഷം പിന്നെ ഇത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അത് മൈൻഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നമല്ലേ. മൈൻഡ് ചെയ്താണല്ലോ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കയറുന്നത്. അനങ്ങായിരുന്നാൽ പിന്നെ കയറത്തില്ല.